അപ്പൊ ഇവരുടെ ഒരു പ്രത്യേകത കലാമേഖലയിൽ കലാപരമായിട്ടൊക്കെ വളരെ കഴിവ് തെളിയിക്കുന്ന വ്യക്തിയാണ്. അപ്പൊ ഇത് എങ്ങനെ ഇപ്പൊ ഒരാൾക്കും ഒരു ടേസ്റ്റാണ്. ചിലവര് ചിത്രം വരയ്ക്കുന്നതിൽ കാണും, ചിലവര് മ്യൂസിക്കൽ, ചിലവര് അഭിനയം, ചിലവര് പാട്ട് പാടുക, എന്തും നേടിയെടുക്കാൻ സാമർഥ്യമുള്ള വ്യക്തിത്വം അങ്ങനെയാണ്. പിതാവിന് വളരെ ഗുണം ചെയ്യുന്നത് അത് വൃശ്ചിക സൂര്യനാവണം, ചിങ്ങസൂര്യനാവണം, മേടസൂര്യനാവണം. ചില കുട്ടികൾ മേടം 10 ജനനം അങ്ങനെ പറയാം. മഹാലക്ഷ്മിയാവും എന്ന് പറയും പെൺകുട്ടികൾക്ക്. വളരെ പ്രത്യേകതയാണ്. പിന്നെ ഈ ഇടവത്തിൽ ശുക്രൻ വരുന്നതും 10ാം ഭാവം. ഇവര് വന്ന് അണിയറ പ്രവർത്തകരായിരിക്കും കൂടുതലും. അതായത് പ്രത്യക്ഷമല്ല, അണിയറ പ്രവർത്തകർ. അണിയറ പ്രവർത്തനം എന്ന് പറയുമ്പം സൗണ്ട് എഞ്ചിനീയർമാരുണ്ട്, ക്യാമറാമാനുണ്ട്. ഇപ്പൊ സാബുസിറിനെ പോലെ സാബുസിറിലൊക്കെ ചെയ്യുന്നില്ലേ ആർട്ട്, അതിന്റെയൊക്കെ. അപ്പൊ ഇവർക്കും കഴിവ്. 10ാം ഭാവം ശുക്രൻ വന്നു കഴിഞ്ഞാലും ഇതിന് ഭയങ്കര. നമസ്കാരം, ഞാൻ ആറ്റേർ മുത്തുകുമാർ. എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്കും നവഭാരത് ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ ചിന്താവിഷയം നക്ഷത്രത്തിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മകം പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ തുടങ്ങിയത് അശ്വതിയിലാണ്, ആയില്യ മകം കഴിഞ്ഞു. ഇനിയിപ്പം പൂര നക്ഷത്രം. അപ്പൊ പൂരം 1ാം പാദം, 2ാം പാദം, 3ാം പാദം, 4ാം പാദം. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ആദി മധ്യ അന്ത്യത്രയങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഇതിൽ വരുന്ന 1ാം പാദം മകം 4, പൂരം 1, 2 ഇത് വരുന്നത് മധ്യത്രയോണത്തിലാണ്. എന്താണ് മധ്യത്രയോണത്തിന്റെ പ്രത്യേകത? അപ്പൊ ജ്യോതിഷികളൊന്നും ഇത് വിവരിച്ച് പറഞ്ഞു തരില്ല. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത, മകം എങ്ങനെയാണ് മേൽക്കോയ്മ എന്ന് പറഞ്ഞത്, അതുപോലെ പൂരം സിംഹപരാക്രമം. അതിന്റെ ഒരു പ്രത്യേകത, സിംഹപരാക്രമം എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പം പൂര നക്ഷത്രം മീനത്തിലെ പൂരമാണെങ്കിൽ, അതായത് മാസം മീനമാസത്തിലെ പൂരമാണെങ്കിലും കുംഭത്തിലെ പൂരമാണെങ്കിലും പക്ഷബലം വേണം. പക്ഷബലമാണ് ഈ മാസങ്ങൾ. ഇപ്പൊ ഇടവത്തിലെ പൂരമാണെങ്കിൽ പക്ഷബലമാണ്. അമാവാസ എന്ന് ഉദ്ദേശിക്കുന്നത് ചിങ്ങമാസത്തെ പൂര അമാവാസ യോഗം. അതത്ര പക്ഷബലം ഇല്ല. എന്തായാലും ചന്ദ്രന് ബലം വേണം. പൂര നക്ഷത്രത്തിന്റെ അധിപൻ ശുക്രനാണ്. അപ്പൊ ഇവരുടെ ഒരു പ്രത്യേകത കലാമേഖലയിൽ കലാപരമായിട്ടൊക്കെ വളരെ കഴിവ് തെളിയിക്കുന്ന വ്യക്തിയാണ്. അപ്പൊ ഇത് എങ്ങനെ ഇപ്പൊ ഒരാൾക്കും ഒരു ടേസ്റ്റാണ്. ചിലവര് ചിത്രം വരയ്ക്കുന്നതിൽ കാണും, ചിലവര് മ്യൂസിക്കൽ, ചിലവര് അഭിനയം, ചിലവര് പാട്ട് പാടുക. അപ്പൊ ഈ പൂരത്തിന്റെ ഈ 3 പാദം പറഞ്ഞതുപോലെ സിംഹപരാക്രമം, എന്തും നേടിയെടുക്കാൻ സാമർഥ്യമുള്ള വ്യക്തിത്വം അങ്ങനെയാണ്. പിന്നെ അഹങ്കാരത്തിന് ഒരു കുറവും കാണൂല. ഇവരുടെ അഹങ്കാരം എന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ 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 അങ്ങനെ കുറെ അവസരങ്ങൾ പാഴാക്കും. ഇപ്പൊ ഉദാഹരണത്തിന് പറയാം, 2 സിനിമ ആക്ടറിനെ കുറിച്ചാണ് പറയുന്നത്. പ്രഗത്ഭന്മാരായ 2 പേര്. അവർക്ക് നക്ഷത്രം വേറെയാണെങ്കിലും ലഗ്നം എന്ന് ഉദ്ദേശിക്കുന്നത് മധ്യത്രയകോണം. ഇപ്പൊ നമുക്ക് രാശി നോക്കും പോലെ തന്നെ ലഗ്നം നോക്കും ജാതകത്തിൽ. ഇപ്പം തമിഴിലെ പ്രശസ്ത നടന്മാരായ കമൽഹാസനും രജനികാന്തും 2 പേരും ചിങ്ങലഗ്ന ജാതകരാണ്. മധ്യത്രയകോണത്തിലാണ് ജനനം. അപ്പൊ പവർഫുൾ ആണ് ഇവര്. 2 പേരും 2 ധ്രുവം. ഒരാൾ അഭിനയ മികവാണെങ്കിൽ ഒരാൾ സ്റ്റേജ് മന്നൻ. അപ്പൊ ഇത് ഒരു പ്രത്യേകതയാണ്. അപ്പൊ ഇവര് എന്ത് നേടിയത്, ഇവര് ആ ഒരു ഫീൽഡിൽ നിന്ന് കഴിഞ്ഞാൽ അസറുല്ല എന്ന് ഉദ്ദേശിക്കുന്നത് എന്തിനും ഒരു മടി കാണിക്കില്ല. പിന്നെ ഈ അഹങ്കാരത്തിന്റെ ഒരു ഇതുകൊണ്ട് ചിലപ്പോൾ അവസരങ്ങൾ ഒഴിവായി പോകും. അതിപ്പോ യാതൊരു ഫീൽഡാണെങ്കിലും ഇവര് വന്ന് എന്തിനും അവർ 100 പേരുണ്ടെങ്കിലും 99 പേരിനേക്കാളും നമ്മൾ ശ്രദ്ധിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവർ. അത് സാധിച്ചെടുക്കാനും ഇവർക്ക് കഴിവുണ്ട്. ഇനി ഇവരുടെ ദശാകാലം നോക്കാം. ഇപ്പൊ 1ാം പാദത്തിൽ ജനിക്കുകയാണെങ്കിൽ 18 വർഷം ശുക്രദശാകാലം. അപ്പൊ കൊച്ചുകുട്ടിയിൽ തന്നെ പഠന മികവിനേക്കാളും കലാപരമായിട്ടൊക്കെ ഇപ്പൊ കലാതലമൊക്കെ വാങ്ങിക്കില്ലേ കുട്ടികൾ 15 വയസ്സ് 16 വയസ്സിലൊക്കെ, ഇവർക്ക് ഈ പൂര നക്ഷത്രം 1ാം പാദമായിരിക്കും. പിന്നെ സിനി ഫീൽഡിൽ വരാനുള്ള അവസരം, അത് ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ശുക്ര ആധിക്യം ഉണ്ടെങ്കിൽ. അപ്പൊ എന്താണ് ശുക്രാധിക്യം? ലഗ്നത്തിൽ തന്നെ രാശിയാവുക, ലഗ്നാവുക, ശുക്രൻ ചിങ്ങത്തിൽ തന്നെ വരിക, പൂരം 3ാം പാദത്തിൽ സ്ഥിതി ചെയ്യുക, 2ാം പാദത്തിൽ സ്ഥിതി ചെയ്യുക. ഇങ്ങനെ വന്നു കഴിഞ്ഞാലും മഹാലക്ഷ്മിയാവും എന്ന് പറയാം പെൺകുട്ടികൾക്ക്. വളരെ പ്രത്യേകതയാണ്. പിന്നെ ഈ ഇടവത്തിൽ ശുക്രൻ വരുന്നതും 10ാം ഭാവം. ഇവര് വന്ന് അണിയറ
പ്രവർത്തകരായിരിക്കും കൂടുതലും. അതായത് പ്രത്യക്ഷമല്ല, അണിയറ പ്രവർത്തകർ. അണിയറ പ്രവർത്തനം എന്ന് പറയുമ്പം സൗണ്ട് എഞ്ചിനീയർമാരുണ്ട്, ക്യാമറാമാൻ ഉണ്ട്. ഇപ്പൊ സാബുസിറിനെ പോലെ സാബുസിറിലൊക്കെ ചെയ്യുന്നില്ലേ ആർട്ട്, അതിന്റെയൊക്കെ. അപ്പൊ ഇവർക്കും കഴിവ്. 10-ാം ഭാവം ശുക്രൻ വന്നു കഴിഞ്ഞാലും ഇതിന് ഭയങ്കര പ്രത്യേകതയാണ്. അപ്പൊ ആ ജനന സമയം തന്നെ ശുക്രൻ ബലവാനായി കഴിഞ്ഞാൽ വളരെ പ്രത്യേകത. പിന്നെ വരുന്ന സൂര്യദശാകാലം. സൂര്യദശ ഇപ്പം 18 വയസ്സ് കഴിഞ്ഞാൽ 6 വർഷം സൂര്യദശാകാലമാണ്. പിതാവിന് വളരെ ഗുണം ചെയ്യുന്നത് അത് വൃശ്ചിക സൂര്യനാവണം, ചിങ്ങ സൂര്യനാവണം, മേട സൂര്യനാവണം. ചില കുട്ടികൾ മേടം 10 ജനനം, അങ്ങനെ പറയാം. നക്ഷത്രപൂരമായിരിക്കും. ഭയങ്കര പ്രത്യേകതയാണ്. മേടം 10 വളരെ ഉന്നതിയിൽ. അപ്പം രാഷ്ട്രീയ മേഖലയിൽ വരാനുള്ള അവസരം. ഇപ്പം വിജയ് വരുന്നില്ലേ, സിനിമ ആക്ടർ, സിനിമ ഫീൽഡിൽ വന്നിട്ട് ഇപ്പൊ രാഷ്ട്രീയത്തിൽ വരികയല്ലേ. ചിലപ്പോൾ അയാൾ നിലനിലയിൽ ഇങ്ങനെ ഒരു അവസരം കാണും. സൂര്യദശാകാലമായിരിക്കാം, ചിലപ്പോൾ സൂര്യന്റെ അപകാരമായിരിക്കാം, ഇങ്ങനെയൊക്കെ പ്രത്യേകത. അപ്പൊ ഇത് പറയുമ്പോൾ സൂക്ഷ്മ ഗണിതത്തിൽ വേണം പറയാൻ. അപ്പൊ ഇതിന്റെ പൂരത്തിന്റെ ഈ പ്രത്യേകത ഇങ്ങനെയാണ്. പിന്നെ സൂര്യദശ കഴിഞ്ഞാൽ ചന്ദ്രദശ. ഇപ്പൊ ചന്ദ്രനും ശുക്രനും ഇടവത്തിൽ നിന്ന് കഴിഞ്ഞാൽ ഒരാൾ സ്വക്ഷേത്രനും ഒരാള് ഉച്ചനമാകും, എന്നാൽ നക്ഷത്രം മാറും. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് പൂരത്തിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. പൂരം ചന്ദ്രൻ അവിടെ സ്ഥിതി ചെയ്യുള്ളൂ, ചിങ്ങത്തിൽ. എന്നാലും ശുക്രൻ ഒറ്റയ്ക്ക് ഇടവത്തിൽ നിന്നാലും വളരെ ഗുണമാണ്. 3-ൽ വരാൻ പാടില്ല, തുലാത്തിൽ വരാൻ പാടില്ല. ചിങ്ങരാശിക്ക് തുലാത്തിൽ വന്നു കഴിഞ്ഞാൽ അതത്ര പ്രത്യേകതയല്ല. പിന്നെ ഉച്ചനാവാം. അഷ്ടമ ശുക്രൻ അള്ളിക്കൊടുപ്പാൻ എന്നാണ് കണക്ക്. അപ്പം ചിങ്ങരാശിക്ക് 8-ൽ മീനത്തിൽ ശുക്രൻ സ്ഥിതി ചെയ്യുകയാണെങ്കിൽ ഇവർ കൂടുതലും IT ഫീൽഡായിരിക്കും. കലാപരമായിട്ടുള്ളതല്ല, IT ഫീൽഡ്. ജനരാശിയാകിയാൽ വിദേശത്ത് പോയി ജോലി ചെയ്ത് പണം ഉണ്ടാക്കുക, വിദേശ പൗരന്മാരെ വിവാഹം കഴിക്കുക, മംഗല്യസ്ഥാനമാണ് 8. അങ്ങനെയുള്ള അവസരങ്ങൾ ഉണ്ടാകും. അപ്പൊ സൂര്യദശ കഴിഞ്ഞ് വരുന്ന ചന്ദ്രദശയും ഗുണവാനാണ്. പിന്നെ വരുന്ന കുജദശ. കുജൻ എന്ന് പറഞ്ഞാൽ രാശിക്ക് 9, 4-ാം ഭാവാധിപൻ. ഇതും ഇവർക്ക് ദോഷമല്ല. പിതാവിങ്കിൽ നിന്നുള്ള ധനം, അങ്ങനെ പറയാം. ഭൂസ്വത്തുക്കളൊക്കെ പിതാവ് കുറെ മോക്കോ മോനോ വേണ്ടി സമ്പാദിച്ചു വയ്ക്കും. അങ്ങനെയുള്ള ഒരു യോഗം കിട്ടാനുള്ള ഇത് കാണുന്നു. പിന്നെ വരുന്ന രാഹു. രാഹുവിന് ഞാൻ ഇപ്പോഴും പറയാണ്, മകത്തിനാണെങ്കിലും പൂരത്തിനാണെങ്കിലും രാശി ചിങ്ങമാണ്, ആപ്പോസിറ്റ് ആണ്. മകത്തിന് പറഞ്ഞതുപോലെ തന്നെ ഞാൻ പറയുന്നു, 3-ലോ 6-ലോ 11-ലോ സ്ഥിതി ചെയ്യുന്നത് രാഹു വളരെ നല്ലതാണ്. അപ്പൊ 3 ഉദ്ദേശിക്കുന്നത് തുലാത്തിൽ സഞ്ചരിക്കാം, മകരത്തിൽ സഞ്ചരിക്കാം, മിഥുനത്തിൽ സഞ്ചരിക്കാം, ദോഷവശ അല്ല. അത് 8-ലോ 2-ലോ വന്നു കഴിഞ്ഞാൽ വളരെ ദോഷമാണ്. ചില കുട്ടികളൊക്കെ സ്കിൻ ഡിസീസ് ഒക്കെ വരും. 8-ലൊക്കെ വന്നു കഴിഞ്ഞാൽ സ്കിൻ ഡിസീസ് തുടരെ സർപ്പദൂഷനൊക്കെ കിട്ടാനുള്ള ഇത് യോഗം വളരെ ശ്രദ്ധിക്കുക. അപ്പൊ ഇതില് ഈ ദശാകാലം കഴിഞ്ഞ് വ്യാഴം വന്നു കഴിഞ്ഞാൽ, ഇപ്പൊ വ്യാഴം നിൽക്കുകയാണ് വൃശ്ചികത്തിലെ വ്യാഴം, അത് വൃശ്ചിക രാശിയിൽ വ്യാഴം നിന്ന് കഴിഞ്ഞാലോ മീനത്തിൽ 8 ദോഷമല്ല, ചിങ്ങത്തിന് വളരെ യോഗമാണ്. അപ്പൊ ഇവരുടെ ജീവിതം ഉടനീളം നോക്കുകയാണെങ്കിൽ ശുക്രദശയിൽ ജനനം, ശുക്രദശ ദോഷമല്ല, സൂര്യൻ ദോഷമല്ല. സൂര്യൻ നീചനാവാൻ പാടില്ല. അല്ലെങ്കിൽ നീചനായി ശുക്രൻ അവിടെ കൂടെ ചേരുകയാണെങ്കിൽ നീചഭംഗ രാജയോഗമാവും, അത് യോഗമാണ്. അത് കഴിഞ്ഞ് ചന്ദ്രദശാകാലം, അത് കഴിഞ്ഞ് വരുന്ന കുജദശാകാലം, അത് കഴിഞ്ഞ് വരുന്ന രാഹു ഇഷ്ടസ്ഥാനത്ത് നിൽക്കുക, അതും യോഗമാണ്. വ്യാഴനും സ്വക്ഷേത്രനായ 8-ലോ 5-ലോ ധനുവിലോ നിന്ന് കഴിഞ്ഞാൽ യോഗമാണ്. പിന്നെ ധനുവിൽ ഒറ്റയ്ക്ക് നിൽക്കാൻ പാടില്ല. കുജ ഗുരു സംയോഗം വളരെ പ്രത്യേകതയാണ്. അതെങ്ങനെ പറയാം? രാശിക്ക് ദൃഷ്ടി വരും. രാശിക്ക് ദൃഷ്ടി വന്നു കഴിഞ്ഞാൽ രാജയോഗം പറയണം. അപ്പൊ പൂരത്തിന്റെ പ്രത്യേകത ഇതൊക്കെയാണ്. ഇവരുടെ ഒരു പിടിവാശി കുറച്ച് മാറ്റുക, അത് നിർബന്ധ ബുദ്ധി എന്ന് പറയാം. അവസരങ്ങൾ, നല്ല നല്ല അവസരങ്ങളൊക്കെ ഇവര് തന്നെ ചിലപ്പോൾ ഇല്ലാതാക്കും. അപ്പൊ അതിലേക്കുള്ള കുറച്ച് സ്വഭാവ വ്യത്യാസം ഉണ്ടാക്കേണ്ടതാണ്. പിന്നെ ഗ്രഹം വിടൂലല്ലോ. രാശിയുടെ പ്രത്യേകത സിംഹ പരാക്രമമല്ലേ. അത് കൊച്ചു കുട്ടികളൊക്കെ നമുക്ക് കുട്ടികളെ കണ്ടാൽ മനസ്സിലാവും. 2 വയസ്സ് കഴിഞ്ഞാൽ ഭയങ്കര സ്പീഡപ്പായിരിക്കും. ഒരു 10 വയസ്സിന് മുന്നേ തന്നെ സൈക്കിൾ എടുക്കട്ട, അവിടെ ഓടട്ട ഇവിടെ ഓടട്ട, ചില ഒളിച്ചൊക്കെ വീഴുന്ന പറയും പേടിപ്പിക്കാൻ വേണ്ടി, ഈ ഒരു പ്രകൃതം. അപ്പം രാശിവിശേഷ നക്ഷത്ര വിശേഷം ഇതാണ്. പൂരത്തിന് വളരെ പ്രത്യേകതയുള്ള നക്ഷത്രമാണ്. ശുക്രന്റെ ആധിക്യമുള്ള നക്ഷത്രം. ശുഭമസ്തു. സമ്പൂർണ്ണ ജാതകം, പ്രശ്നപരിഹാരങ്ങളോട് കൂടിയ സമ്പൂർണ്ണ ജാതകം നിങ്ങളുടെ കൈകളിൽ ലഭിക്കുന്നതിന് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും അറിയുന്നതിന്
നവഭാരത് ജ്യോതിഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.